ഞാനേ ഇന്ന് വന്നത് സ്വർണ്ണവിലനെ പറ്റി പറയാൻ വേണ്ടി തന്നെയാണ് കേട്ടോ. ഞാൻ ഇതിന് മുമ്പ് സ്വർണ്ണവിലനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എനിക്കൊന്ന് ആ വീഡിയോ ഒരുപാട് ആൾ കണ്ടിട്ടുണ്ട്. അതുപോലെ എന്നെ ഒരുപാട് ആൾ വിളിക്കുന്നുണ്ട്. അതായത് സ്വർണം വിൽക്കാനായോ വിൽക്കട്ടെ എന്ന് ചോദിച്ച് വിളിക്കലുണ്ട്. അപ്പോൾ എനിക്ക് ഇപ്പം പറയാനുള്ളത് സ്വർണ്ണം അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം വിറ്റാൽ മതി. കാരണം സ്വർണ്ണവില കയറിക്കൊണ്ടേ ഇരിക്കലാണ്. ഇന്ന് 85,360 ഉള്ള വില നമ്മൾ ഓരോ ദിവസവും കയറുന്നുണ്ട്. എല്ലാവരും ചോദിക്കും എപ്പോൾ വിൽക്കണ്ടേന്ന് ചോദിക്കുന്നത്. ഇന്ന് തന്നെ പേരാവുന്നൊരു ആളെ വിളിച്ചിട്ട് പറഞ്ഞ് ചേട്ടാ ഇങ്ങനെ വിൽക്കാനായോ അവർക്കെന്തോ ഷോപ്പ് തുടങ്ങേണ്ട അത്യാവശ്യമാണ്. അപ്പം ഞാൻ പറഞ്ഞ അത്യാവശ്യമാണെങ്കിൽ വിറ്റാൽ ഇല്ലേ വിൽക്കേണ്ട പറഞ്ഞു. അപ്പോൾ അവർക്ക് അത്യാവശ്യം തോന്നുന്നേ. അപ്പോൾ ഒരു പറഞ്ഞ് ഞാനെന്നാൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരട്ടെ കമ്പിലേക്ക്, പേരാവുന്ന കമ്പിലേക്ക് കുറച്ച് ദൂരമുണ്ട്, കമ്പിലേക്ക് വരട്ടെ ചോദിച്ചു. ഞാൻ പറഞ്ഞ് നിങ്ങൾ അങ്ങനെ ഇങ്ങോത്തോളം വരുന്നത് ചിലപ്പോൾ നഷ്ടമാവും. നിങ്ങൾ അടുത്തുള്ള ജ്വല്ലറി ചോദിക്ക് എത്ര കുറച്ച് എടുക്കുന്നതെന്ന് ചോദിക്ക്. അതിനെക്കാട്ടി കുറച്ച് എനിക്ക് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിലല്ലേ അവരിങ്ങോട്ട് വന്നിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ അന്വേഷിച്ചിട്ട് എന്നോട് പറ, അതിനെക്കാട്ടും വില എനിക്ക് തരാൻ പറ്റും, നിങ്ങൾ ഇങ്ങോട്ട് വന്നില്ല നിങ്ങൾ ആരുടെയും കൊടുത്താൽ മതി. പിന്നെ യാത്ര എല്ലാം ബുദ്ധിമുട്ടല്ല. ഞാൻ പറഞ്ഞ നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട, അവിടെ തന്നെ കൊടുത്തോന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ള വെച്ചാൽ സ്വർണ്ണ വില കൂടിക്കൊണ്ടേ ഇരിക്കുമെന്ന്, ഇനിയും കൂടാനാണ് സാധ്യത. ഞാൻ പറയില്ല കുറയുന്നത് എപ്പോഴാന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാവും. എന്ന് വെച്ചാൽ ചെറുങ്ങനെ, അതായത് ചെറിയൊരു കുറയൽ, പിന്നെ വീണ്ടും ഒരു കുറയൽ, പിന്നെ വീണ്ടും കുറയില്ലെങ്കിൽ ഒറ്റത്തരം വീല് വീണേക്കും. അപ്പോൾ അത്ര വരെ നിങ്ങൾ കാത്തുക്കുക. വില ഒരു 2 ദിവസം 3 ദിവസം കുറയുന്നുണ്ടെങ്കിൽ പിന്നെ കുറയും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കൊടുക്കേണ്ടൂ എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നിലവിലെ കയറ്റം അങ്ങനെ കയറുമ്പോൾ ഒരേ കയറ്റാണ്, ഇറങ്ങുമ്പോൾ ഒരു ദിവസം ഇറങ്ങി പിറ്റേ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒറ്റ ബീവല്, അങ്ങനെയാണ് ഇതിൻ്റെ രീതി. അപ്പോൾ നമ്മൾ ഇതുവരെയുള്ള ഒരു അനുഭവം വെച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ രീതി വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ കയറ്റം മാത്രമാവുള്ളൂ. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ അമേരിക്കയായിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, രൂപയുടെ മൂല്യം കുറൽ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് വില കൂടിക്കൊണ്ടേ ഇരിക്കുമെന്ന്. അപ്പോൾ നിങ്ങൾ ശരിക്കും നിരീക്ഷിച്ച് നോക്കിയട്ടെ, കൂടുന്നേ ഉള്ളൂ, കുറയുന്നില്ല. അപ്പോൾ പേടിക്കാനില്ല. ഇപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു കണക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ 10 ദിവസം, ഇന്ന് 29 ഡേറ്റ്, 19-ാം തീയതി സ്വർണ്ണത്തിൻ്റെ വില 81,640. എനിക്കൊന്ന് ആ സമയത്തിൽ തന്നെ വിളിക്കലുണ്ട്, ആൾക്കാർ വിളിക്കലുണ്ട്, സ്വർണ്ണം വിൽക്കട്ടെ ചോദിച്ച് വിളിക്കലുണ്ട്, വിൽക്കാൻ വേണ്ടി വരട്ടെ എന്ന് വെച്ച് വിളിക്കലുണ്ട്. അപ്പം ഞാൻ പറയും അത്യാവശ്യം കൊടുത്താൽ മതി, വിൽക്കേണ്ടത് തന്നെയാണ് ഞാൻ പറയല്. ഇനി അത്യാവശ്യമാണെങ്കിൽ നിങ്ങൾ ബാങ്ക് പണയം വെച്ചിട്ട് ആ പൈസനെ കൊണ്ട് റോളിംഗ് ആക്കിയാലും കുഴപ്പമില്ല, വിൽക്കേണ്ടത് ഞാൻ പറയലുണ്ടേ. അപ്പോൾ ഞാൻ പറയാം 10 ദിവസം മുമ്പ് 81,650 സ്വർണ്ണ വില, ഇന്ന് 29/9 ഡേറ്റ് 85,360. ഏതാണ്ട് 3,700 ഉറുപ്പ്യൻ്റെ വ്യത്യാസം 10 ദിവസം കൊണ്ടാണ് ഇത്രയും വില കൂടുന്നത് കേട്ടോ. ശരിക്കും 10 പവന് 37,200 ഉറുപ്പ്യായി. 20 പവൻ എന്ന് പറയുമ്പോൾ 60 സംതിങ്, 1,00,000 മുകളിൽ നിങ്ങൾക്ക് ലാഭം കിട്ടി വിറ്റിട്ടില്ലെങ്കിലേ. അപ്പോൾ വിറ്റവർക്ക് ഇത് നഷ്ടമായി. അപ്പോൾ ഞാൻ അന്നേ പറഞ്ഞ് വിൽക്കേണ്ടത് പറഞ്ഞിട്ട് എനിക്ക് വന്ന് അത്യാവശ്യക്കാർ ഒരുപാട് ആൾ വിറ്റിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വന്ന് അവർക്കിപ്പോൾ നഷ്ടമായല്ല. അപ്പോൾ ഞാൻ പറയാം ഇനിയും നിങ്ങൾ സ്വർണം ഇപ്പം വിൽക്കാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എൻ്റെ അഭിപ്രായം. അത്യാവശ്യം ഉണ്ടെങ്കിൽ ബാങ്കിൽ വെച്ച് റോളിംഗ് ആക്കിയാലും കുഴപ്പമില്ല. പിന്നെ ഞാൻ പറഞ്ഞു ഇതിപ്പോൾ ഇറങ്ങുകയെന്ന് പറയാൻ കഴിയില്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം നിരീക്ഷിക്കാം. ഏതെങ്കിലും ഒരു ദിവസം, ഇപ്പോൾ നാളെ മറ്റന്നാളോ ഒന്ന് കുറയുന്നു, അതിൻ്റെ അപ്പുറത്തെ ദിവസം ഒന്നുകൂടി കുറയുന്നുണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കാം ഇത് ഇറങ്ങാൻ സാധ്യതയുണ്ട്. ഇത് വച്ചടി കയറുന്ന സ്ഥിതിക്ക് നമ്മൾ പേടിക്കുകയോ വേണ്ട, ഇത് സ്വർണം വിൽക്കാൻ നിന്നവർ പേടിക്കുകയോ വേണ്ട, കൂടിക്കൊണ്ടേ ഇരിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ സ്വർണം വാങ്ങുന്നവരോട് എനിക്ക് പറയാനുള്ളത് അത്യാവശ്യമെങ്കിൽ എന്തായാലും വാങ്ങിക്കും. കാരണം എന്നും കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് വലിയ നഷ്ടം വരും. ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ സ്വർണ്ണം ഇപ്പോഴേ വാങ്ങണ്ട. കാരണം ആ സമയത്ത് ട്രംപും ഇന്ത്യയായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ, അമേരിക്ക ഇന്ത്യയായിട്ടുള്ള പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു വെച്ചാൽ ഈ പ്രശ്നം സോൾവ് ആകുമ്പോൾ പെട്ടെന്ന് ഇടിയാൻ ചാൻസ് ആയതുകൊണ്ട് അത്യാവശ്യക്കാർ വാങ്ങിയാൽ മതി, അല്ലാത്തവർ വാങ്ങേണ്ടത് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ കാൽക്കുലേഷൻ ഏതായാലും എനിക്ക് തെറ്റുപറ്റിയിനി. കാരണം സ്വർണ്ണ വില ഇപ്പം കൂടിക്കൊണ്ടേ ഇരിക്കുമെന്ന് എനിക്കൊന്ന് സ്വർണം ഇപ്പം വാങ്ങുന്നത് നല്ലതായിരിക്കും. കാരണം ഈ കൂടൽ ഏടത്തം വരെയാണെന്നൊരു പിടുത്തൂര്. ഇത് വീവല് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കഴിഞ്ഞ ഒരു 3 ആഴ്ച മുമ്പ് വീവുന്നാന്ന് വെച്ചേ ആ ഒരു പ്രശ്നം സോൾവ് ആയിട്ട് അമേരിക്കൻ സർവേ വീഴുന്ന വെച്ച, പക്ഷേ വീണിട്ടില്ല, കൂടുക തന്നെ ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യക്കാർ എന്തായാലും സ്വർണം വാങ്ങിക്കുമെന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം എന്നും കൂടിക്കഴിഞ്ഞാൽ വാങ്ങുന്നവർക്ക് നഷ്ടം വരും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു ഇറക്കം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. ആ ഇറങ്ങുന്ന സമയത്താക്കി പിന്നെ ഞാൻ പറയാം സ്വർണം പിന്നെ വാങ്ങാനേ പാടില്ല. ആ ഇറങ്ങുന്ന സമയം വിറ്റേക്കുക. വാങ്ങലെങ്ങനെ ഇറങ്ങുന്നതിൻ്റെ മാക്സിമം ഇറങ്ങിയിട്ട് വാങ്ങിക്കാനുണ്ടല്ല, അത് ഏറ്റവും ലാഭമായിരിക്കും. അപ്പോൾ സ്വർണ്ണ വില ഈ രീതിയിൽ നിങ്ങൾ നിരീക്ഷിച്ചാൽ മതി. കൂടുന്നതെങ്കിൽ ഒരേ കൂടുതലായിരിക്കും, കുറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരേ കുറയലും അതിൻ്റെ രീതി എന്നുള്ളതാണ് ഇപ്പം നിലവിൽ നടക്കുന്നത്. നമ്മളിത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറായി. ഇപ്പം മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യത ഉണ്ടെങ്കിലും ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് എനിക്ക് പറയാനുള്ളത് വില കൂടാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ എന്നുള്ളതാണ്. അതുപോലെ ഞാൻ പറഞ്ഞല്ലേ കുറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുറയാനും ഒരൊറ്റ വീഴ്ച വീഴാനുള്ള സാധ്യതയും ഏറ്റവും കൂടുതലുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. പൊതുവെയുള്ള നിരീക്ഷണത്തിൽ അങ്ങനെ തന്നെയാണ്. എല്ലാവർക്കും ഒരു പേടിയുണ്ട്, എല്ലാ ജ്വല്ലറിക്കാർക്കും ഒരു പേടിയുണ്ട്. ഇത് എപ്പോൾ കുറയാന്നുള്ള പേടി എല്ലാവരിലും ഉണ്ട്. അപ്പോൾ നമ്മൾ അത് വ്യക്തമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അതുപോലെ നിങ്ങളുടെ കയ്യിൽ സ്വർണവും വിൽക്കാനുണ്ടെങ്കിൽ പിടിച്ചു നിൽക്ക്, കുറച്ച് കഴിഞ്ഞിട്ട് വിൽക്കാമെന്ന് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറഞ്ഞല്ലേ 10 ദിവസം കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അടുക്ക ഇതുപോലെ കുറച്ചാൾ സ്വർണ്ണം വിറ്റിട്ടുണ്ട്. അവർക്കൊരു പവൻ്റെ 3,700 രൂപ നഷ്ടം വന്ന്
10 പവൻ്റെ മുകളിൽ 37,000 രൂപ നഷ്ടം വന്നെന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ ഇനിയും ഞാൻ പറയാം വില കൂടുന്നുണ്ട്. അപ്പോൾ ഇപ്പം വിൽക്കേണ്ടവർ വിൽക്കേണ്ടെന്നാണ് പറയാനുള്ളത്. പിന്നെ വാങ്ങേണ്ടവർ അത്യാവശ്യമുള്ളവർ വാങ്ങിക്കും. എന്നാലും ഞാൻ പറയാം അത്യാവശ്യമാണെങ്കിലേ വാങ്ങണ്ടു. വെറുതെ സ്വർണം വാങ്ങി വെക്കണ്ടെന്നൊരു അഭിപ്രായമുണ്ട്. കാരണം ഇത് എന്തായാലും കുറേ കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാൻ പറഞ്ഞില്ല എന്തായാലും ഒരു 3-2 മാസം ചിലപ്പോൾ ഒരു വീവെല്ലാം പോകും. അല്ലെ അപ്പോൾ അതിൻ്റെ ഇടയിലോ വീവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യക്കാർ മാത്രം ഈ സമയത്ത് സ്വർണം വാങ്ങുക. വില കുറയുന്ന ഒരു സമയത്ത് എന്തായാലും നമുക്ക് സ്വർണം വാങ്ങാമല്ലോ. അത്ര ഒരു വെയിറ്റ് ചെയ്യുന്നത് നല്ലതാണെന്ന് ഒരു അഭിപ്രായം എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം സ്വർണ്ണവിലനെ പറ്റി ഞാൻ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ ഒരുപാട് ആൾ അതിന് കമൻറ്റ് ചെയ്തതിന് ഒരുപാട് എനിക്കൊന്ന് ഏതാണ്ട് 3 ലക്ഷം ആൾക്കാർ അങ്ങനെ ആ വീഡിയോ കണ്ടിട്ടുണ്ട്. ഒരുപാട് കമൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ എൻ്റെ നമ്പറിൽ ഒരുപാട് ആൾ വിളിക്കലുണ്ട്. സ്വർണ്ണം വാങ്ങാനായോ വൈജോട്ട, സ്വർണ്ണം വിൽക്കാനായോ വൈജോട്ട എന്ന് ചോദിച്ചിട്ട് ഒരുപാട് ആൾ വിളിക്കലുണ്ട്. ഞാൻ പറഞ്ഞു ഇന്ന് രാവിലെ കൂടി പേരാവൂർന്ന് തന്നെ വിളിച്ച പാടാന്ന് ഞാൻ പറഞ്ഞു. ഇപ്പം ബുക്ക് വേണ്ടെന്നുള്ള പറഞ്ഞെങ്കിലും അവർക്ക് അത്യാവശ്യമാണ് വിൽക്കും തോന്നുന്നു. എന്നെ പയ്യെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ മാക്സിമം വിൽക്കണ്ടെന്നേ പറയുള്ളൂ. വിൽക്കാതിരിക്കാൻ പ്രോത്സാഹിപ്പിക്കും. വേറെ ഏതൊക്കെ രീതിയിൽ പൈസ റോളിങ് ആക്കിയാലും കുഴപ്പമില്ല. ഈ സ്വർണ്ണത്തിൽ വില കൂടിക്കഴിഞ്ഞാൽ ഇപ്പം വിറ്റ വില നഷ്ടമാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ സ്വർണ്ണത്തിൻ്റെ കാര്യത്തിൽ എല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞ കാര്യം കുറയുന്നത് എല്ലാവരും നോട്ട് ചെയ്യണം. ഞാൻ കൂടുന്നു പറയുന്നെങ്കിലും ഈ കുറയുന്നുള്ളൊരു ചിന്ത നമ്മളെ മൈൻഡിൽ വേണം. ഒരു ദിവസം ഇറങ്ങി 2-ാമത്തെ ദിവസം ഇറങ്ങി 3-ാമത്തെ ദിവസം ഇറങ്ങേണ്ടത് ഒരു വീഴ്ചയിലേക്കുള്ള പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു സാധ്യത കൂടി മനസ്സ് കാണുമെന്ന് എനിക്ക് പറയാനുള്ളത് കേട്ടോ. ശരി, എന്നാൽ പിന്നെ എല്ലാവർക്കും ഓക്കെ, ബൈ.